മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അപ്പോൾ എല്ലാവർക്കും ക്ലൂലെസ് പാസ്പോർട്സിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒത്തുകൂടി ഒരു ഓണാഘോഷ പരിപാടിയാണ് നടത്തുന്നത്. അപ്പൊ ഇന്ന് എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ ഫാമിലിയില്. അപ്പൊ ഞങ്ങളൊരു പൂക്കളൊരുക്കലും സദ്യ ഒരുക്കലൊക്കെ ആയിട്ട് ഒന്നിച്ച് ഒത്തുകൂടിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ഓണാഘോഷ വേളയിൽ ഞങ്ങളൊരു പുതിയൊരു വ്ളോഗ് ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനലിനെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്താം. അപ്പൊ ഞങ്ങൾ ഇടുന്ന കൂടുതൽ ട്രാവൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ക്ലൂലെസ് പാസ്പോർട്സിന്റെ ഓണം വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് പൂവൊക്കെ അരിഞ്ഞിട്ടിരിക്കുകയാണ്. ഓണത്തിനുള്ള പൂക്കളത്തിന് ഇടാൻ വേണ്ടിയുള്ള പൂവ് എല്ലാം അരിഞ്ഞിട്ടിരിക്കുകയാണ്. എല്ലാം ഞങ്ങള് എല്ലാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് ഇങ്ങനെ റൗണ്ടിലിരുന്ന് പൂക്കളൊക്കെ ഇങ്ങനെ അരിഞ്ഞിട്ടിരിക്കുകയാണ്. നാളെ ഒരു നല്ല അടിപൊളി പൂക്കളവും അതേപോലെ തന്നെ ഓണം സ്പെഷ്യൽ ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. ഫുള്ളായിട്ട് പൂക്കളൊക്കെ ഞങ്ങൾ ഡിഫറെന്റ് ആയിട്ട് എടുത്തിട്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഞങ്ങൾ ഇരുന്നിട്ട് ഫുൾ പൂക്കളൊക്കെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അടുത്ത നമ്മള് റോസ് ആണ് കട്ട് ചെയ്യാൻ പോണത്. ഹായ്, ഹലോ. ഞങ്ങൾ എടുക്കട്ടെ. നമ്മളിവിടെ അമ്മൂമ്മയുടെ വീട്ടിലാണ് പൂക്കളൊക്കെ കിട്ടുന്നത്. നല്ലൊരു സ്പേസ് ഉണ്ട്. പുതിയതായിട്ട് ചെറിയൊരു ഷെഡ് പോലെ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു സ്പേസ് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പൂക്കളൊക്കെ ഇടുന്നത്. വലിയൊരു പൂക്കളമാണ്. എന്തായാലും ഇതൊരു പൂവൊക്കെ വരുമ്പോൾ നമ്മൾക്ക് അടിപൊളിയായിട്ടുണ്ടാവും. ഇതിൻ്റെ മേലെ ഇനിയൊരു റൗണ്ടും വരുന്ന പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്തായാലും പൂക്കളൊക്കെ ഇട്ടിട്ട് ഇനി കാണാം. അപ്പോൾ നമ്മളിവിടെ പൂക്കളം ഡിസൈനൊക്കെ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പൂക്കളൊക്കെ ഒരുക്കാൻ പോവാണ്. ഒരു വലിയ പൂക്കളാണിത്. അപ്പൊ നമ്മളുടെ ഡിസൈൻ റെഡിയായി. ഞങ്ങളുടെ ഓൺ ഡിസൈൻ ആണ് അല്ലേ അബി? മിനിമാമനാണ് ഇവിടെ വരയ്ക്കുന്നത്. മിനിമാമ ഈസി ആയിട്ടോ വരയ്ക്കാൻ? പൂക്കളം മത്സര കോമ്പറ്റീഷനിൽ എക്സ്പെർട്ട് ആണ്. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പൂക്കളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഞങ്ങളൊരു വലിയ പൂക്കളം തന്നെ ഇട്ടുണ്ട്. എല്ലാവരുടെയും ഓരോരോ ഡിസൈനാണ് ഈ ഒരു പൂക്കളത്തിലുള്ളത്. അപ്പൊ എല്ലാരും പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇരിക്കുകയാണ്. നമ്മുടെ പൂക്കളം ടീം ഞാനും ഉണ്ട്. അപ്പൊ നമ്മുടെ പൂക്കളം ടീംസിനെ കാണിച്ചു തരാം. പൂക്കളം അടിപൊളിയല്ലേ? അതെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനും കളറൊക്കെ ആയിട്ട് നമ്മൾ നിറയെ കളറൊക്കെ ഇട്ടിട്ടുള്ള ഒരു വലിയ പൂക്കളം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് നമ്മൾക്കിനി ഓണ സ്റ്റൈലിൽ എല്ലാരെയും കാണാം. അപ്പൊ അതുവരെയ്ക്കും ബൈ. പോയി എല്ലാരും ഒരു മിനിറ്റ്. അപ്പൊ നമ്മളെല്ലാരും റെഡിയായി ഇതാ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാരും ഓണക്കോടിയൊക്കെ എടുത്ത് റെഡിയായി. ഇനി നമ്മൾ കുറച്ച് ഫോട്ടോ സെഷനൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് സദ്യ ഉണ്ടാകും. അപ്പോൾ മെയിനായിട്ട് ഓണത്തിന് നമ്മൾക്ക് പൂക്കളം ഒരിക്കലും ഓണസദ്യ ഉള്ളൊക്കെയാണല്ലോ പ്രധാനം. അപ്പൊ എല്ലാരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് സദ്യ കഴിക്കാം. സദ്യയിൽ എന്തൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് പോയി കാണാം. നമുക്ക് രണ്ട് സ്റ്റൈൽ ഗേൾസ് ആണിത്. എല്ലാരും പുതിയ പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് കളർഫുൾ ആയിട്ടിരിക്കുകയാണ്. ഇതെന്താ ഷഷ്ടി, ലെഹങ്കയാണോ? എന്തായാലും നല്ല കളർഫുൾ ആയിട്ട് ഇവളുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രസ്സാണല്ലോ അല്ലേ?
ആള് ചിരിക്കില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് ഇപ്രാവശ്യം റിലയൻസ് ട്രെൻഡ്സ് ആണ്. അപ്പൊ ഞങ്ങൾ റെഡിയായി. എല്ലാവരും ഓണം കോസ്റ്റ്യൂമിലാണ്. എല്ലാം ഡിഫറെന്റ് കളേഴ്സിലുള്ള ഡ്രസ്സാണ് എല്ലാവരും ഇടുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ സദ്യ റെഡിയായി. സദ്യ പോയി കഴിക്കാം. എന്തൊക്കെയാണ് സദ്യയിൽ നമ്മൾ കാണണ്ടേ, അപ്പൊ അതും കാണാം നമുക്ക്. ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പൊ ഓണസദ്യയിലെ എല്ലാ വിഭവങ്ങളും വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാ കറികളും ഒക്കെ ആയിട്ടുള്ള ഒരു ഓണസദ്യയാണ്. അപ്പൊ എല്ലാരും ഇരുന്ന് കഴിഞ്ഞു ഓണസദ്യക്ക്. അപ്പൊ നമ്മുടെ സദ്യയില് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒരു ഇഞ്ചിപ്പുളി ഉണ്ട്, അതേപോലെ തന്നെ കൈപ്പിക്ക ഉപ്പേരി, പയർ ഉപ്പേരി, പൈനാപ്പിൾ പച്ചടി ഉണ്ട്, ഇസ്റ്റു ഉണ്ട്, ബീട്രൂട്ട് തോരൻ അല്ലെ, ബീട്രൂട്ട് തോരൻ, ഇത് ഓലൻ അല്ലേ, ഇത് ഓലൻ, കൂട്ടുകറി ഉണ്ട്, അവിയല്, ബീട്രൂട്ട് പച്ചടി, പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ട്, പിന്നെ ചോറ്, രസം, പപ്പടം, ചക്രവറ്റലും ചിപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ 2 പായസമാണെന്ന്. നമുക്ക് പരിപ്പ് പായസം ഉണ്ട്, എന്താണ് സേമിയ പാൽ പായസം ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഓണസദ്യയിൽ വരുന്നത്. അടിപൊളി ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴും അമ്മൂമ്മയുടെ വീട്ടിൽ തന്നെയാണ്. ഞങ്ങൾ ഫാമിലി എല്ലാവരുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ ഇന്ന് നല്ല മഴയാണ്. ഓണത്തിന് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് നല്ല മഴ, രാവിലെ തൊട്ട് നല്ല മഴ. ഇപ്പോഴായിരുന്നു കുറച്ചൊന്ന് മഴ നിന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ അമ്മൂമ്മയുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഒന്ന് എല്ലാവരും കൂടെ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എല്ലാവരും മീനൊക്കെ എടുത്ത് ഒരു മീൻ കറി, മീൻ ഫ്രൈ ഒക്കെ വെച്ച് ഞങ്ങൾ അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് ഇന്ന് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടെ മീൻ കറി, മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കറിയാണ് ഉണ്ടാക്കുന്ന കറി ചേച്ചി? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പുളിമുളക് ഇട്ടുള്ള ഒരു കറിയാണ്. പിന്നെ നമ്മൾ മത്തിക്കറി തേങ്ങ അരച്ചൊഴിച്ചത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതിന് ഈ ഒരു വട്ടത്തിലുള്ള മീൻ അങ്ങനത്തെ എടുക്കുന്നത്. നമ്മുടെ ഐക്കോറ പോലത്തെ ഒരു ഫിഷാണത്. അപ്പൊ അതിനെയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഇത് കൂടാതെ മത്തിയിട്ട് ഒരു പുളിയിട്ട കറിയാണ്, പുളിമുളക് ഇട്ട കറി. എന്താണ് അരയ്ക്കുന്നത്? രാത്രിക്കുള്ള ഫിഷ് ഗ്രില്ലാണ്. രാത്രിക്കുള്ള ഫിഷ് ഗ്രില്ലോ? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഫിഷ് ഗ്രിൽ? ഹമൂർ ഫിഷ് കിട്ടി. അപ്പൊ ഹമൂർ ഫിഷ് ഗ്രീൻ ചില്ലി ഫിഷ് ഗ്രില്ലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മസാല കണ്ടുവച്ചാൽ നമുക്ക് ഗ്രീൻ കളർ ആയിരുന്നു. പച്ച കളർ മസാല വെച്ചിട്ടാണ് നമ്മൾ ഗ്രിൽ ചിക്കൻ ചെയ്യാൻ പോകുന്നത്. ഇത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ പറയണം കേട്ടോ. വെച്ച് കുറച്ച് നമ്മൾക്ക് സ്പ്രിംഗ് ഓണിയനും ലെറ്റ്യൂസും ലെമനും നമ്മളുടെ ഗലങ്ങൾ ഇതൊക്കെ നമ്മൾ ഫിഷിന്റെ ഉള്ളിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും തായ്ലൻഡ് ഓർമ്മകളിലേക്ക് പോവാണല്ലേ? തായ്ലൻഡ് ഓർമ്മയ്ക്ക് പോവാണ്. ശരി, നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അത് രാത്രി കാണാം. അതുകൊണ്ട് എന്താണ് നമുക്ക് നമ്മൾ ഗ്രീൻ ചില്ലി പേസ്റ്റ് ഇട്ടിട്ട് ഒരു ഇതാണ് നമ്മുടെ ഹമൂർ മീന്. മുള്ളൊന്നും ഇല്ലാണ്ട് അടിപൊളി ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മീനാണ്. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മളൊരു മാരിനേഷൻ ചെയ്തിട്ട് ഫ്രിഡ്ജിനുള്ളിൽ എടുത്ത് വെക്കണം. ഒരു 3 മണിക്കൂർ ഉണ്ടെങ്കിൽ സെറ്റാണ്. ഗ്രില്ല് അടിപൊളിയാണ്. രാത്രി നമുക്ക് ചാർക്കോൾ ഫ്രൈ ഒക്കെ ചെയ്ത് ഫോയിൽ പേപ്പറൊക്കെ പൊതിഞ്ഞ് അടിപൊളി. സൂപ്പർ സൂപ്പർ. മീൻ ഇട്ടോളൂ. ഓക്കെ, നമ്മുടെ ഹമൂർ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി ഫസ്റ്റ് ചാർക്കോൾ റെഡിയാക്കാണ് നമ്മള്. ചാർക്കോൾ കത്തിപ്പിടിക്കാനാണ് കുറച്ച് കഷ്ടം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹമൂർ ഫിഷ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഗ്രീൻ കളറായിട്ട് ടൊമാറ്റോ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ഒക്കെ ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ വന്നിട്ട് ഓക്കെ, എന്നിട്ട് അത് നമ്മൾ കനലിൽ വെക്കാം. കനലല്ല, കനലിൽ നമുക്ക് എന്താണ് ഗ്രിൽ ഇതില് നല്ല റെഡിയായില്ലേ? ഇത് ചാർക്കോളൊക്കെ ഇങ്ങനെ കത്തിപ്പിടിച്ച് നല്ല റെഡ് ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല പരിശ്രമാണല്ലേ? നല്ല പരിശ്രമാണല്ലേ? നല്ല പണിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനായിട്ട് എന്തും ചെയ്യാം. ടേസ്റ്റിൽ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാം. அப்ப எங்கனேண்டு ഈ ഗ്രിൽ ഫിഷ് അശ്വത് எப்படி இருக்கு? സൂപ്പറാ இருக்கா? ആ ഫിഷിൽ ആ ഒരു സോർനെസ്സും എല്ലാം അടിപൊളിയായിട്ടുണ്ട്.
ആ പുളിപ്പും എല്ലാം അറിയുന്നല്ലേ അപ്പൊ ഞങ്ങളുടെ ഈ ഒരു സ്റ്റീംഡ് ഫിഷ് എന്തായാലും സക്സസ് ആയി. ഓണത്തിന് ശേഷം ഒരു ചെറിയൊരു ട്രിപ്പ് ഇവിടെ മലമ്പുഴയ്ക്ക് വന്നതാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് മലമ്പുഴയിലെ കവ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ നല്ലൊരു ബ്യൂട്ടിഫുൾ ഏരിയ ആണ് ഇവിടെ. അപ്പൊ എല്ലാരും കൂടെ ഒരു കവയല്ല ശരിക്കും പറഞ്ഞു വെച്ചാൽ കവന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ഈ മലമ്പുഴ ഡാമിന്റെ ബാക്ക് സൈഡ് വഴിയേ നമുക്ക് വരാൻ പറ്റും. ഇത് നല്ലൊരു സ്പോട്ടാണ്. ബാക്കിലെ കണ്ടാൽ തന്നെ അറിയാം ഫുൾ വെള്ളമായിരിക്കും, ഡാമിന് വെള്ളമായിരിക്കും. അപ്പൊ നമുക്ക് പോയി ചുമ്മാ ചുറ്റി കണ്ടിട്ട് നല്ലൊരു അടിപൊളി ഫുഡ് കഴിക്കാൻ പോവാ നമുക്ക്. അതെ, അപ്പൊ ഒരു ചെറിയൊരു റിലാക്സേഷൻ. നമ്മള് വീട്ടിൽ തന്നെ ഇരിക്കായിരുന്നില്ലേ ഇപ്പൊ ഓണത്തിന്. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മലമ്പുഴയ്ക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ വേറെ എവിടെയും പോകാൻ പറ്റില്ല, കാരണം നല്ല മഴയാണ്. 3 ദിവസമായിട്ട് നമുക്ക് പുറത്തേ പോകാൻ പറ്റില്ല. ഫുൾ മഴയായതുകൊണ്ട് ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്തായിരുന്നു പുറത്ത് റിസോർട്ടിലൊക്കെ പോയി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണമെന്നൊക്കെ. നല്ല മഴയായതുകൊണ്ട് അതെല്ലാം ക്യാൻസലാക്കി. അപ്പോൾ ചെറിയൊരു പുറത്തൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ രീതിക്ക് നമുക്ക് മലമ്പുഴയുടെ ബാക്ക് സൈഡ് പോകാം, ഇനി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ രീതിക്ക് ഞങ്ങൾ വന്നതാണ്. ഏതായാലും നമുക്ക് നോക്കട്ടെ. നല്ലൊരു അടിപൊളി ലൊക്കേഷനാണ്, അതും കാണാം. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാവരും ഉണ്ട് അവിടെ. നല്ലൊരു അടിപൊളി ഏരിയ ആണ്, സൂപ്പറായിട്ടുണ്ട്. ഞങ്ങൾ 2 കാറിലാണ് വന്നത്. നമ്മൾ 2 കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു ലൊക്കേഷനിലെത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മളുടെ കവയുടെ ബാക്ക് സൈഡിലുള്ള ഒരു കാണാൻ തന്നെ നന്നായിട്ടുണ്ട്. ഇതൊരു നല്ല സ്പോട്ടാണ്, നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതും ഇന്നത്തെ ക്ലൈമറ്റ് നന്നായിട്ടുണ്ട്. ഒരു മഴയൊക്കെ പെയ്തൊഴിഞ്ഞുകൊണ്ട് നല്ലൊരു ചിൽ ക്ലൈമറ്റുമാണ്. വരുമ്പോൾ തന്നെ ചെറിയൊരു വാട്ടർഫോൾ പോലെ നമ്മൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മുടെ ഈ ഡാമിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണുള്ളത്. നല്ലൊരു വ്യൂ ആണ്. ഈ മലമ്പുഴയുടെ ബാക്ക് സൈഡ് വരികയാണെങ്കിൽ എല്ലാവരും നിർത്തി ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ്. നമുക്കിനി കഴിക്കാൻ പോവാം. മലമ്പുഴയൊക്കെ പോയി വന്ന ശേഷം ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റൈസ് ബൗൾ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് എത്തിക്കുകയാണ്. ഇവിടെ വാളയാറിലുള്ള ഒരു റെസ്റ്റോറൻ്റാണിത്, റൈസ് ബൗൾ എന്നുള്ളത്. അപ്പോൾ അവിടെ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് ഫുഡൊക്കെ. എല്ലാവരും ഓരോരോ ഡിഷൊക്കെ നോക്കി പറയുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് വന്നിട്ട് ഒരു വാട്ടർമെലൺ ജ്യൂസാണ് വെൽക്കം ഡ്രിങ്കില്. നല്ലൊരു മട്ടൻ കുരുമുളക് സൂപ്പാണ് വന്നിരിക്കുന്നത്. ഈ മഴയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പാണത്. നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇരുന്ന് കഴിച്ചിട്ടിരിക്കുന്നുണ്ട്. എടാ എൻ്റെ ഹർഷ അതല്ലേ നല്ല അടിപൊളി സ്പൈസി ആയിട്ട് ആ ഒരു പെപ്പറിന്റെ ഇതൊക്കെ അല്ലേ അതുണ്ട്. ഒരു സ്പെഷ്യൽ ഡിഷാണ് പറഞ്ഞിരിക്കണത്. എന്താ പ്രത്യേകത? ഇത് തായ്ലൻഡ് നൂഡിൽസാ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? നന്നായിട്ടാ? എങ്ങനെയുണ്ട്? എന്ത് ടേസ്റ്റാ? നല്ലൊരു ഫാമിലി റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇവിടെ റൈസ് ബൗൾ എന്ന് പറയുന്നത്. അപ്പോൾ വാളയാർ പോണ വഴിക്ക് തന്നെയാണ് ഈ റൈസ് ബൗൾ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് കഴിക്കാനൊക്കെ പറ്റിയ ലഞ്ചും ഡിന്നറിനും ഒക്കെ ഇവിടെ സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്.
അപ്പോൾ ഞങ്ങൾ 2 ദിവസം അടിച്ച് പൊളിച്ചു എല്ലാ ഫാമിലി മെമ്പേഴ്സ് എൻജോയ് ചെയ്തതും. ബിക്കോസ് ഞങ്ങൾ കോവിഡ് ആയതുകൊണ്ട് 2 വർഷം ഓണം എല്ലാവരും ഫാമിലി മെമ്പേഴ്സായിട്ട് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് അവരവൻ്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്തത്. ഈ ഒരു വർഷം ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി എല്ലാവരും അടിച്ച് പൊളിച്ചു ഓണം. ശരിക്കും നിങ്ങളും ഓണം അടിച്ച് പൊളിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. സൈനിങ് ഓഫ് ഫ്രം Clueless Passports and happy Onam. Bye bye. Bye.